മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗത്തിനു നേരെ പുലിയുടെ ആക്രമണം. കുരണ്ടിക്കാട് മേഖലയിലുണ്ടായ വന്യജീവി ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു. റോഡരികിൽ മേഞ്ഞിരുന്ന പശുവിനെയാണ് പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. മൂന്നാറിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെയുണ്ടാകുന്ന വന്യജീവി ആക്രമണം അവസാനിക്കുന്നില്ല. ഇന്ന് രാവിലെ കൊരണ്ടിക്കാട് മേഖലയിലുണ്ടായ വന്യജീവി ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു. കുറ്റിയാർവാലി റോഡരികിൽ മേഞ്ഞിരുന്ന പശുവിനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. ஒரு சைடில் நின்று மாடுக எங்கே மேய்துன்னு நின்று பார்த்துக்கிட்டு இருப்பேன். அப்போ மாடுக சத்தம் போட்டு 4 திக்கமும் களைஞ்சு ஓடிச்சு. ஓடும்போது இந்த மாடு மட்டும் தனியாக இங்கிட்ட அந்த உன்னிச்செடி கொலைக்குள்ள ஓடி வந்துச்சு. பின்னால் பார்க்கும்போது ஒரு செவலை ஒரு கலராக ஒரு சாதனமும் பின்னாலே ஓடிச்சு. ஓடும்போது என்ன இப்படி ஓடியாருன்ட்டு நான் அப்படி சுற்றி ரோடு இல்லை, அப்படி கூடி ஓடியாந்து ரோட்டுக்கு வரேன், இப்படி கிடக்கு. രാവിലെ മേയാൻ വിട്ട പ്രദേശവാസിയായ മുരുകന്റെ പശുവാണ് കൊല്ലപ്പെട്ടത്. ഗ്രാംസ്ലാൻഡ് മേഖലയിൽ താമസിക്കുന്ന മീരാൻ മൊയ്തീന്റെ പശുവിനെ കാണാതായിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. പശുവിനെ വന്യജീവി ആക്രമിച്ചിരിക്കാനുള്ള സാധ്യത ആളുകൾ തള്ളിക്കളയുന്നില്ല. ഈ പ്രദേശത്താകെ കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ മാത്രം 10ഓളം പശുക്കൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതായി സമീപവാസികൾ പറയുന്നു. ഫോറസ്റ്റുകാരங்க വന്നാங்க, அவங்களுக்கு நாங்கள் கூண்டு வைக்கணும்னு சொல்லியிருந்தோம். இப்போ போன மாதம் கூட இது கொரண்டிக்காட்டில் மாடு மேய்க்கிற ஒரு மாடை புலி அடிச்சிருக்கு. இது பக்கத்தில் ஒரு 100 மீட்டர் பக்கத்தில் குட்டியார்வேலி ஒரு கடைக்கு பக்கத்துலையும் இதேமாதிரி புலி அடித்து அவங்க ரிப்போர்ட் எழுதியிருந்துருக்காங்க. அப்போ நாங்கள் கூண்டு வச்சு பிடிக்க சொல்லியிருந்தோம். அவங்க ரேஞ்சரை பார்த்து കൂണ്ട് വെച്ച് പിടിക്കാനായിട്ടിരിക്കാங்க. അത് എങ്കിലും മക്കൾക്കും ரொம்ப പാതുകാപ്പ് കുറവാ ഇருக்கு. പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം നിയന്ത്രിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. പകൽ സമയത്തും വന്യജീവി ആക്രമണം ഉണ്ടായതോടെ തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. വേനൽ കനക്കുന്നതോടെ വന്യജീവി ആക്രമണം വർദ്ധിക്കുമോ എന്നാണ് ഇവരുടെ ഭീതി. ന്യൂസ് ബ്യൂറോ, അടിമാലി.